ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ഈ വഴുതനങ്ങ ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇനി ഈ വഴുതനങ്ങ നമുക്ക് നടുവേ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതായി കട്ട് ചെയ്യുമ്പം വിട്ടു പോകാതെ ഇരിക്കാനാണ് ഈ കോല് രണ്ട് സൈഡിലും വെച്ചേക്കണത്. ഇപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കഷ്ണം കട്ട് ചെയ്തെടുക്കാം. രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ഉപ്പ് പുരട്ടി വയ്ക്കാം. ഉപ്പ് നമ്മൾ നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. ഇത് അതിനാവശ്യമായിട്ടുള്ള ഇറച്ചിയാണ്. ഇത് അരച്ചെടുത്ത ഇറച്ചിയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഇല പേഴ്സ്ലി ലീഫ് എന്ന് പറഞ്ഞ ഇലയാണ്. പകുതി സവോള കുരുകുരാന്ന് അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഉപ്പിട്ട് വെച്ചതൊന്ന് കഴുകിയെടുക്കാം. വഴുതനങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് പേപ്പർ ടവലും കൊണ്ടൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം 5 മിനിറ്റ് നേരം. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മുട്ടയിലേക്ക് സവർ ക്രീം ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ ഇറച്ചി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചു. ഉപ്പിടാൻ മറന്നുപോയി. ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. മിക്സ് ചെയ്ത് വെച്ചതിനകത്തേക്ക് നമുക്ക് ഈ വഴുതനങ്ങ മുക്കിയെടുക്കാം. ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചൊരു 15 മിനിറ്റ് നേരം വേവിക്കാം. ഇനി മറിച്ചിടാം. നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങിയെടുക്കാം. ഇനി അടുത്തതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. രണ്ടും ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡിയായി. ആഞ്ചെന്ന് പറഞ്ഞ സോസ് കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കാൻ പോണത്. വേറെ ഏത് സോസ് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്